ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നേഹമാല കണ്ണൻ ക്രിയേറ്റേഴ്സ് ഫാമിലിയിൽ സ്നേഹമാല കണ്ണൻ ക്രിയേറ്റേഴ്സ് ഫാമിലിയുടെ ഈ ഒരു മീറ്റിംഗ് ആണ് ഇന്നിവിടെ മലപ്പുറത്ത് നടക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ സ്നേഹമാല കണ്ണൻ ക്രിയേറ്റേഴ്സ് കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ഞങ്ങൾ ടീം സഫർ വൈബ്സ് ആണ്. ടീം സഫർ വൈബ്സിന്റെ ഒരു പ്രത്യേകത ടീം സഫർ വൈബ്സ് കംപ്ലീറ്റ് ട്രാവൽ സൊല്യൂഷൻസ്. നമ്മുടെ കമ്പനിയുടെ ഒരു അജണ്ട എല്ലാവിധ യാത്രകൾക്കും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. അതായത് യാത്ര എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എവിടെ സ്റ്റേ ചെയ്യണം, അതുപോലെയുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് നമ്മുടെ ടീം സഫർ വൈബ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. നമ്മുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓരോ യാത്രക്കും പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം കയ്യിൽ കരുതണം, എത്ര എക്സ്പെൻസ് വരും, ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ട്സ് ആണ് അല്ലെ? അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ടീം സഫർ വൈബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ സ്നേഹമാല കൂട്ടായ്മ ആ ഒരു പേര് തന്നെ ഉണ്ട് അല്ലേ? പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും നിങ്ങളുടെ ഒരു യൂട്യൂബ് കൂട്ടായ്മയെ എത്രത്തോളം ഉഷാറാക്കാം, ഇനി എന്തൊക്കെ തിരുത്തലുകൾ നിങ്ങൾക്ക് വേണം, ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകളിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് അന്വേഷിച്ചിട്ടാണ് ഇന്ന് നിങ്ങളിവിടെ മീറ്റപ്പ് നടത്തുന്നത് അല്ലെ? മിനാജിയ ഫ്രം സഫർ വൈബ്സ് പാർട്ട്ണറാണ്. സഫർ വൈബ്സിന്റെ ജുനൈദ് തങ്ങളുടെ കസിനാണ്. അങ്ങനെ ടീച്ചർ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ വരാൻ തന്നെ ഈ ഒരു സഫർ വൈബ്സ് എന്നുള്ള ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ, ഞങ്ങൾ രണ്ടുപേരും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് യാത്രകളൊന്നും പല ആളുകൾക്കും പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ട്രിപ്പുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ? പൊതുവെ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ടുണ്ടാവില്ല. ഈ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാത്രകളും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവങ്ങളാണ് അല്ലെ? ഓരോ യാത്രകളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു യാത്രകളെ എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കും, നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷീ ക്യാമ്പുകളായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ലേഡീസിന് ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുകയാണല്ലേ? നമ്മളെല്ലാവരും ഓരോ ഫാമിലിയിൽ അത്രയും അറ്റാച്ച് ആണ് അല്ലേ? ഓരോ വീട്ടുകാരികൾ ലേഡീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഞങ്ങളുടെ പ്രത്യേകതകൾ ഷീ ക്യാമ്പ്, അതുപോലെ തന്നെ ഫാമിലി ട്രിപ്പുകൾ. ഫാമിലി ട്രിപ്പ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി മാത്രമായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വരും അല്ലേ? നമുക്ക് ട്രാവലിന് അക്കോമഡേഷനും സിംഗിളായിട്ട് നമ്മളൊരു ഫാമിലി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിനും കൂടെ പോകുന്നതിൽ ഡബിൾ ട്രിപ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു എക്സ്പെൻസ് വരും. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ട്രിപ്പുകൾ, സ്കൂൾ ടൂറുകൾ പല സ്കൂളുകളും ട്രിപ്പുകൾ പ്ലാൻ ചെയ്യും. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ അതിനെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു യഥാർത്ഥ സൊല്യൂഷനാണ്. നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾ എത്ര കുട്ടികളാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര കുട്ടികളെയാണ് നിങ്ങൾക്ക് ടൂർ കൊണ്ടുപോകേണ്ടത്, ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫുൾ പാക്കേജ് നമ്മൾ ചെയ്തു തരും. പിന്നെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒന്നും അവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഫുഡാണെങ്കിലും അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലത്താണ്, പാർക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പാർക്കിലേക്ക്, അതുപോലെ കൾച്ചറായിട്ടുള്ള സ്പേസുകൾ അവിടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എല്ലാ കംപ്ലീറ്റ് ഗൈഡൻസും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കപ്പിൾസ് പാക്കേജുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വന്നത്. അപ്പോൾ കപ്പിൾസ് പാക്കേജുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മിക്സ്ഡ് ആയിട്ടുള്ള ക്യാമ്പുകൾക്ക് കൂടുതൽ സ്കോപ്പുള്ള ഒരു
കാലഘട്ടത്തിലൂടെയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവൂലേ, ഒരുപാട് യൂട്യൂബിലൂടെയും അതുപോലെ റീൽസിലൂടെയും മറ്റുമായിട്ട് ഒരുപാട് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടം തോന്നും. ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൂടെയാണ് അവര് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കോളേജ് ടൂർ, സ്കൂൾ ടൂറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാക്സിമം ചില്ലാക്കുക എന്നുള്ള ആ ഒരു വൈബിലാണ് എല്ലാവരും വരുന്നത്. അപ്പൊ അതിന് എത്രത്തോളം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ഈ ഒരു പാക്കേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോ സ്റ്റാർട്ടപ്പാണ്, കുറച്ച് സ്കൂളുകളുടെ പ്രോഗ്രാംസുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാക്കേജസുകൾ, ആദ്യം കേരളയിലുള്ള ഒരുപാട് പാക്കേജസുകൾ എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അത് റിലീജിയസ് പ്ലേസും അതുപോലെ തന്നെ അത് കൂടാതെ ബാക്കിയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു ഇസ്ലാമിക് കൾച്ചറിൽ നിന്നിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയതിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ എല്ലാവരും തന്നെ നമ്മളൊരു ഇസ്ലാമിക് കൾച്ചറിൽ വളർന്നത്. അപ്പൊ നമുക്ക് ഇസ്ലാമിക് കൾച്ചറിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തല്ല ആ ഒരു മതം നമുക്കൊരു തടസ്സമാവാത്ത രീതിയിൽ നമ്മുടെ മതത്തിന്റെ എല്ലാ മൂല്യങ്ങളും നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്രകൾ മനോഹരമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പാക്കേജുകളാണ് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ പോകണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഏറ്റവും ഒരുപാട് പേരുടെ സ്വപ്നമാണ് അല്ലെ, ഒന്ന് മലേഷ്യയിൽ പോയി വരണം, ഒന്ന് തായ്ലൻഡിൽ പോയി വരണം, അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പോയിട്ട് ഈജിപ്തിലും മറ്റുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മതപരമായിട്ടുള്ള റിലീജിയസ് സ്പേസുകൾ നമുക്ക് വിസിറ്റ് ചെയ്യും. അതിനെ എത്രത്തോളം കുറഞ്ഞ നിരക്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചിന്ത. അപ്പൊ അതിനെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കംപ്ലീറ്റ് ട്രാവൽ സൊല്യൂഷനിലൂടെ സഫർ വൈബ്സ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. എല്ലാവരും യാത്ര പോകാൻ ഇഷ്ടപ്പെടും. യാത്രകൾ ഞാൻ ചെറുപ്പത്തിൽ നടന്ന കാര്യം പറഞ്ഞ് അവിടെ നിർത്തി അല്ലെ. നിങ്ങളെല്ലാവരും സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകാറുണ്ടായിരുന്നോ? ഇപ്പോഴത്തെ കാലത്തോ നിങ്ങളെ മക്കൾ നിങ്ങൾ വിടാറില്ലേ? തീർച്ചയായിട്ടും ഞാനും വിടും. കാരണം അന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നതാണ്. കാരണം ഫിനാൻഷ്യലി കുറച്ച് മുന്നേ ഒക്കെ ആണെങ്കിൽ ഫിനാൻഷ്യലി ഇപ്പോൾ ഒരു ടൂർ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾക്ക് ഭയങ്കര പ്രയാസമാണ്. അതിന് സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ആളുകളുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ച് അന്ന് ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലായിരുന്നു. കാരണം നമ്മളൊക്കെ മലപ്പുറം ജില്ല ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് അറിയാം, നമ്മുടെ ആളുകൾ അധികം അബ്രോഡാണല്ലോ. ഫാദർ അബ്രോഡാണ്, എന്നും അബ്രോഡായിരുന്നു. അപ്പൊ അത് കാരണം ഞാനും മൂത്ത കുട്ടിയാണ്, വീട്ടിൽ ഞങ്ങൾ സിംഗിളായിട്ട് താമസിക്കുകയാണ്, വേറൊരാളും ഇല്ല നമ്മളെ കൊണ്ടുവിടാൻ. ടൂറിന്റെ ഒരു പ്രത്യേകത എന്താ? ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗ് പോയിട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. സാധാരണ നമ്മൾ പോകുന്ന ഏതെങ്കിലും വണ്ടിക്കാരെ വിളിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിൽ മാറി നിന്ന് അന്ന് തീരുമാനിച്ചതാണ്. ഇനി എന്നാണോ ലൈഫിൽ ഇതിനൊരു അവസരം കിട്ടുക, ക്യാഷ് എടുത്ത് തരും. എന്റെ അടുത്ത് പറയും, ക്യാഷ് നീ എടുത്തോ, നിനക്ക് ഡ്രസ്സ് വേണോ വേറെ എന്തെങ്കിലും വേണോ വാങ്ങിക്കോ, പക്ഷേ ടൂർ വിടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ്. ഇനി ഈ ഒരു അവസരം ഉണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും ഒരിക്കലും സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന്. ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ് അസ്മിയുടെ സമസ്തയുടെ കീഴിലുള്ള ഒരു സ്ഥാപനം. അപ്പൊ അവിടെ എന്റെ മക്കള് വന്നിട്ട് ചില സമയത്ത് പറയും, മിസ്സേ കൊണ്ടുവിടാൻ ആളില്ല. ആ ഒരു പ്രശ്നമാണ് ഞാനന്ന് ഫേസ് ചെയ്ത പ്രോബ്ലം. എന്താണോ അത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറയുമ്പോൾ ഒരു പേര് പേടിക്കണം, മോള് പേര് തന്നോ അല്ലെങ്കിൽ മോൾ പേര് തന്നു, മിസ് പിക്ക് ചെയ്തോളാന്ന് പറയും. ആ ഒരു രീതിയിൽ നമ്മളെ മക്കൾക്ക് ആ ഒരു അവസ്ഥ ഇന്ന് കുറവായിരിക്കും. ഇന്ന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമില്ല, മറ്റു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി പോകുന്നു. അപ്പൊ മാക്സിമം നമ്മളെ പാക്കേജുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഫസ്റ്റ് വൺ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു 26 ഡിസംബർ 26, 27 തീയതികളിൽ കക്കാടംപൊയില് വിസി ഹൈഡൌട്ട് എന്നുള്ള റിസോർട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഷീ ക്യാമ്പാണ് ഫസ്റ്റ് സെഷൻ. നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും വീട്, ജോലി, അതുപോലെ തന്നെ എന്താണോ നമ്മുടെ വർക്ക്, വീട്ടിലുള്ള വർക്ക് ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ വീട്ടിലുള്ള കാര്യവും അമ്മയുടെ കാര്യവും മോശന്റെ കാര്യവും മക്കളെ കാര്യം ഭർത്താവിന്റെ കാര്യം എല്ലാം നമ്മൾ പെർഫെക്റ്റ് ചെയ്താൽ അല്ലെ. പക്ഷേ നമ്മളെ കാര്യത്തിൽ നമ്മളൊരു ഹാപ്പിനെസ്സിന് നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു വാല്യൂ നമുക്കൊരു സ്പേസ് വേണം. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സേഫ് ആയിട്ട് പോകാൻ നമുക്ക് എത്ര
ലക്ഷ്യമുണ്ടോ? നിങ്ങൾക്കുള്ളതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഓരോരുത്തർക്കും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഒരു എയിം ഉണ്ടെങ്കിൽ നമ്മൾ ആ എയിമിൽ എത്തും, അല്ലെ? നമ്മൾ ആ ഒരു എയിം എത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ആ ഒരു എയിമിൽ എത്തണമെങ്കിൽ എന്തൊക്കെ വേണ്ടത്? ലക്ഷ്യം മാത്രം മതിയോ? വേറെന്താ വേണ്ടത്? എന്ത്? ശ്രമിച്ചുകൊണ്ടിരിക്കണം, അല്ലെ? നമ്മള് ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്ക് മാത്രം മതിയോ? ഈ കാലഘട്ടം ഏതാ? ആൽഫ ഏജ് ആണ്. 2010 ശേഷം വരുന്ന ഈ ഒരു ഏജ് ആൽഫ ഏജ് ആണ്. ഈ ഒരു ഏജിൽ നമുക്ക് ഹാർഡ് വർക്ക് മാത്രം മതിയോ? പോരാ, സ്മാർട്ട് വർക്ക് കൂടെ വേണം. ഇവിടെ ഞാൻ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ പരിചയപ്പെട്ടു. അധികം ആളുകളും ഒരു 10th കഴിഞ്ഞു, അതിന് ശേഷം എന്ന് പകച്ചു നിന്ന ആളുകളാണ്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ അവരറിഞ്ഞു ഇങ്ങനെ ഒരു യൂട്യൂബ് കാര്യങ്ങളൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്കോപ്പുള്ള ഒരു ഫീൽഡാണെന്ന് മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ എയിം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഒരു യൂട്യൂബ് എന്നുള്ള ഒരു ഫാമിലിയിലാണ്. അതിൽ നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങൾ വെറുതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് ഈ ഒരു കൂട്ടായ്മകളെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മളും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പുകളിലും മറ്റുമൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഇൻവോൾവ് ചെയ്യാം. ഇതിൽ നിന്ന് ഒരുപാട് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ഞങ്ങളുടെ ക്യാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്യാമ്പിലും പുതിയ പുതിയ ഐഡിയാസ് എന്തെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അതെല്ലാം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എത്തിക്കും. ഞങ്ങളുടെ ഷീ ക്യാമ്പില് പ്രീമിയം റിസോർട്ടാണ് ചെയ്യാറുണ്ട്. അവിടെയുള്ള സ്റ്റേ ആണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. 1-2 hour നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്യാം. പിന്നെ കൂടുതലായിട്ട് നമുക്കൊരു മെഡിറ്റേഷൻ, ആ ഒരു രീതിയിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവും, അല്ലെ? ഒരുപാട് നെഗറ്റീവ്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, നമ്മൾ സക്സസ് ആവോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവോ ഇല്ലേ, അങ്ങനത്തെ ഒരുപാട് ഞാൻ നിങ്ങൾ അടങ്ങുന്ന എല്ലാവർക്കും ഒരുപാട് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ്റെ കൂടെയാണോ പോകുന്നത് ആ ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ സക്സസ് ആവുക എന്നുള്ളത് നമ്മളെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സക്സസ് ആവാൻ പോകുന്നില്ല. പക്ഷേ എങ്കിലേ നമുക്കൊരു വിൽ പവർ ഉണ്ട്, നമുക്കൊരു എയിം ഉണ്ട്. ഞാൻ ജയിക്കും. നിങ്ങളോട് ആരും അന്ന് പറയുന്നത് നീയാണ് ഓക്കെ, നീയാണ് പെർഫെക്റ്റ് എന്ന് ആരും പറയണേ. പറയോ? ഒരു സെൽഫ് പാറ്റ് ചെയ്താൽ നിങ്ങൾ ഒരു കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, അതില് വ്യൂസ് കിട്ടിയില്ല, നിങ്ങൾ ഡൗൺ ആവരുത്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യാം. ആ ഒരൊറ്റ കണ്ടന്റിൽ നിങ്ങളെ കണ്ടന്റ് തീരുന്നില്ല, അടുത്തത് പുതിയത് ഇന്നോവേറ്റീവ് ആയിട്ട് ട്രെൻഡിനൊപ്പം പോവുക. പുതിയ ട്രെൻഡ് എന്താണോ അതിന് മാക്സിമം എന്ത് ചെയ്യാം. മീറ്റപ്പുകളാണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഒരുപാട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഇവിടെയുള്ള പല ആളുകളും ആ ഒരു 10th ആ ഒരു ലെവലിൽ നിന്ന ആളുകളാണ്. നിങ്ങൾക്ക് സൊസൈറ്റിയിൽ എന്തൊക്കെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഒരുപാട് ചെറിയ ചെറിയ കോഴ്സുകളുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ വേറെ ഒരുപാട് കോഴ്സുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ആ രീതിയിലൊക്കെ നിങ്ങൾ സ്കില്ലുകൾ, ഇത് സ്കില്ലുകളെ കാലമാണ്. സ്കില്ലുണ്ടായിട്ടും കാര്യമില്ല, ആ സ്കില്ലിനെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ കഴിയണം. അങ്ങനെ കഴിയുന്നവർക്കാണ് ഇന്ന് എന്തുള്ളത് നമ്മുടെ ലോകത്ത് ജീവിക്കാൻ സാധിക്കുക. ഒരുപാട് മാക്സിമം നിങ്ങളുടെ മക്കളാവട്ടെ, നിങ്ങളാവട്ടെ, എത്രത്തോളം സ്കില്ലുകൾ, ഹിപ്നോട്ടിസത്തിന്റെ കോഴ്സുകളുണ്ട്, നമുക്ക് ഇതിന്റെ ഭാഗമാക്കാൻ പറ്റും. മെഡിറ്റേഷൻ ഉണ്ട്, നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിൽ പവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. ഈ രീതിയിലുള്ള ഒരുപാട് ഗെയിംസ്, ആക്ടിവിറ്റീസ്, ഹൈഡ് ആൻഡ് സീക്ക് ആയിട്ടുള്ള നമ്മൾ ചെറുപ്പത്തിൽ മാത്രമേ അതൊക്കെ കളിച്ചിട്ടുള്ളൂ, അല്ലെ? ഇപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിത്തണ്ടാവും, ഇല്ലേ? നമുക്ക് പക്ഷേ കളിക്കാൻ പറ്റുമോ? ഇല്ല. ആളുകൾ എന്ത് വിചാരിക്കും, അല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഫാമിലിയിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മീറ്റപ്പുകൾ നടത്തണം. അതിനെ ഓർഗനൈസ് ചെയ്ത് അപ്പോഴേ നിങ്ങളെ ഫാമിലിയിലുള്ള, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ ഫാമിലിയിലുള്ള ആളുകളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരു റൂമിൽ നിങ്ങൾ ഇരുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ ഫാദറിന്റെ ഫാമിലി ആവട്ടെ, ഹസ്ബൻഡിന്റെ ഫാമിലി ആവട്ടെ, മദറിന്റെ ഫാമിലി ആവട്ടെ, ഒരുപാട് ഫാമിലീസ് ഉണ്ടാവുമല്ലോ. ഒരുമിച്ച് നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവും, ഇവിടെ കുറച്ച് ആളുകൾ, അവിടെ കുറച്ച് ആളുകൾ, ഒരുമിച്ച് നിങ്ങളൊന്ന് ഇരുത്തി നോക്കിയേ. അങ്ങനെ നമ്മൾ ആരെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരാളെ കേൾക്കാൻ ശ്രമിക്കാറുണ്ടോ? നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ നമുക്ക് സമയം
ഹസ്ബൻഡാണ്. എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും എവിടെയെങ്കിലും പറ്റുമെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. മാഷാ അല്ലാഹ്. അത് പറ്റണം, പറ്റിയിരിക്കണം. ഹസ്ബൻഡ് ആവാം, അതുപോലെ ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലും ഒരാളും നിങ്ങളുടെ ലൈഫില് നിങ്ങളോട് ആരാവട്ടെ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ, അവര് നിങ്ങൾക്ക് എന്തെല്ലാം തരും? നിങ്ങളെ പോസിറ്റീവ് പറഞ്ഞു തരും, ഷെയറായി. നെഗറ്റീവുകൾ പറഞ്ഞു തരും. യഥാർത്ഥ സുഹൃത്ത് ആരാന്നറിയോ? യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ നെഗറ്റീവുകൾ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് എത്രത്തോളം നെഗറ്റീവ് ഉണ്ട്, അത് മോശമായി എന്ന് തന്നെ പറയണം. നമ്മളോട് സുഖിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. നീ ചെയ്തത് എന്തായി, നല്ല ഉഷാറായിട്ടില്ലെങ്കിലും അതെനിക്കൊക്കെ അനുഭവമാണ്. ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു റിലേറ്റീവായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ സംസാരിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിന്റെ ഹെഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അവര് പറഞ്ഞു ഇങ്ങനെ ഉഷാറാണ് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഉഷാറാണ് എന്ന് പറയുമ്പോഴും നമുക്കൊരു സംശയദൃഷ്ടി ഉണ്ടാവും. ശരിക്കും പിന്നെ ആക്കിയതാണോ അല്ലെ? നമുക്കൊക്കെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളാണ്. ഈ ചിന്തകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പീക്കിലെത്തിക്കണം. നമ്മൾ സ്മാർട്ടാണെന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റണം. ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് ഗെയിംസുകൾ, നമുക്ക് ട്രഷർ ഫണ്ട് ഉണ്ട്. നമ്മള് ചെറുപ്പത്തിൽ ഒരു പക്ഷേ കളിച്ചിട്ടുണ്ടാവും ട്രഷർ ഫണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരു നിധി തരികയാണ് പല പല വഴികളിലൂടെ. ചില ആളുകൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നവരായിരിക്കാം, ചിലർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടാവും. അതുപോലെയുള്ള ഒരുപാട് നമുക്ക് മെന്റലി റിലാക്സ് ആവാൻ ഈ റിഫ്രഷ്മെന്റ് ആരും ആഗ്രഹിക്കാത്തത് ആരുമില്ലല്ലോ. എല്ലാവർക്കും റിഫ്രഷ്മെന്റ് നല്ല ഇഷ്ടമായിരിക്കില്ലേ? കാരണം മെന്റലി നമ്മൾ ഒരുപാട് സ്ട്രെയിൻസ് പെയിൻഫുൾ ആയിട്ട് നമുക്ക് അയൽവാസികൾ ഉണ്ടാവും, കൂട്ടുകാരുണ്ടാവും, വീട്ടിലുള്ള ആളുകളുണ്ടാവും. ഇവരൊക്കെ നമുക്ക് പെയിന് തരും. പക്ഷെ നമുക്കൊരു റിലാക്സ് തരും. റിലാക്സ് തരാൻ ഭയങ്കര പാടാണ്. നമ്മുടെ സുഖങ്ങള്, നമ്മുടെ ഇഷ്ടങ്ങൾ, അത് നമുക്ക് ലേഡീസിന് പ്രത്യേകിച്ചും ഒരു കരകര അടിച്ചിട്ടുണ്ടാവും. ഏതിപ്പോ ബ്ലോഗ് ചെയ്യുകയാണെങ്കിലും വേറെ ചെയ്യുകയാണെങ്കിലും. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാര് നമ്മുടെ പാർട്ട്നേഴ്സ് നമുക്ക് കൂടെ നല്ല കട്ട സപ്പോർട്ടിലുണ്ടാവും. നമ്മള് ലൈഫിൽ സക്സസ് ആവും. അവര് കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളോട് ഇതായി കഴിഞ്ഞാൽ പോകണ്ട, അങ്ങനെ ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവർ വരുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് പേടിയായിരിക്കും. പ്രത്യേകിച്ചും ജെൻസിനെ പോലെ അല്ലല്ലേ നമ്മള് ലേഡീസ്. നമുക്ക് ഒരുപാട് പരിമിതികൾ. നമ്മളൊന്ന് ഓടിയാല്, നമ്മളൊന്ന് ചാടിയാല് ആളുകൾ കാണൂലേ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരു വര നമ്മളെ വരച്ചിട്ടുണ്ടാവും. അതൊക്കെ നല്ലതാണ്. നമ്മളെ ഒരു പരിധി വിട്ടിട്ട് നമ്മൾ പോകാൻ പാടില്ല അല്ലെ. എന്നാൽ നമുക്ക് നമ്മുടേതായിട്ട് സ്പേസ് കിട്ടുകയാണെങ്കിലും, ഒരു ഷീ ക്യാമ്പ് കിട്ടുകയാണെങ്കിലും, അവിടെ ജെൻസ് ഒന്നും ഇല്ലാത്തൊരു സ്പേസ് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതിന് നമുക്ക് എന്തും നമുക്ക് ചെയ്യാലോ. നമ്മൾ ലേഡീസ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സുമാന ബീവി ജുനൈദ്. നമ്മുടെ ഈ ഒരു സഫർ വൈബ്സിന്റെ ടീമിന്റെ സിഇഒന്റെ വൈഫാണ് സുമാന ബീവി. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് മുഹമ്മദ് സാലി. ഞങ്ങളൊരു ടീമായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങൾ 4 പേരും നല്ല യാത്രകളെ പ്രിയപ്പെട്ടവരാണ്. ഒരുപാട് യാത്രകൾ മാക്സിമം നടത്തുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ ഒരു ടീം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഭാഗമാവാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് മൈൻഡ് റിലാക്സ് ആവുന്ന ചെറിയ ഗെയിംസുകളൊക്കെ ചെയ്തിട്ട് ബാക്കി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം.